ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് SPYSS NYC മലയാളം ഓൺലൈൻ എല്ലാ വർഷവും നടത്തി വരുന്ന രാമായണം പാരായണം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടകം 26-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഭാഗം നാരദസ്തുതി മുതൽ ദിവ്യ ഔഷധ ഫലം വരെയാണ്. ഞാൻ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് പാരായണം ചെയ്യുന്ന വിജയലക്ഷ്മി അക്ക, പങ്കജാക്ഷൻ അണ്ണ, മാധവി ജയചന്ദ്രൻ അക്ക, ഓമന അക്ക ആൻഡ് ശോഭന അക്കയ്ക്ക് സ്വാഗതം. പിന്നെ സാരാംശം പറയാനെത്തിയ ബിനി അരവിന്ദ് അക്കയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കപ്പില് വന്ന ടിജീദ അക്ക ആൻഡ് രമാ നായർ അക്കയ്ക്ക് എന്റെ സമിതിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വിജയലക്ഷ്മി അക്കിനെ സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ. നാരദ സ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധരഗുഹ്യ യക്ഷഭുജംഗാപ്സര വൃന്ദവും കിന്നരാചാരണാകിം പുരുഷന്മാരും പന്നഗതാപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്താ പുകഴ്ത്തിനാർ. ചിൽപുരുഷൻ പുരുഷോത്തമൻ ജയൻ ദേവമുനീശ്വരൻ നാരദനും ദദാ സേവാർത്ഥമമ്പോട് അവതരിച്ചിടിനാൾ. രാമൻ ദശാധരൻ നന്ദനൻ പുൽപ്പല ശ്യാമളം കോമളം ബാണാധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗത്താഭിരാമാത്മരാമ. ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൽ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ. ശ്രീരാമദേവേശ ജഗന്നാഥ നാരായണ നിരാധര നമസ്തുതേ. വിശ്വസാക്ഷിയാൻ പരമാത്മൻ സനാതനൻ വിശ്വമൂർത്ത പരംപര ബ്രഹ്മേ ദൈവമേ ദുഃഖ സുഖാദികളെല്ലാം അനുദിനം കൈകൊണ്ടു മായയാ മാനുഷകാരനായി ശുദ്ധതജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി തത്വങ്ങൾ ഉള്ളിലെ ജീവസ്വരൂപനായി സത്യപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അധീസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി എങ്ങനെ നിർഗുണനായി നിഗമന്ത വാക്യാർത്ഥമായി ചിത്തനാത്മവായി ശിവാനായി നിരാഹാനായി ചക്ഷുരുകിലെ കാലത്തു ദൃഷ്ടിയും ചക്ഷുനിലിനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ചു
യും പരിപാലിച്ചു. നിത്യം പുരുഷ പ്രകൃതി കലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമ. യാതോരാത്മാവിനെ കാണുന്നതെപ്പോഴും ചേതസീതാപസദ്രന്മാർ നിരാശയാ തൽസ്വരൂപത്തിനായി കൊണ്ട് നമസ്കാരം. ചിൽസ്വരൂപ പ്രഭോ നിത്യം നമസ്തുതേ. നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാദര മദ്യം നമോ നമ. തൊൽപാദം കൊണ്ടഴിച്ചു മറ്റൊന്നിനേൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദ പത്മങ്ങൾ കണ്ടു സേവിപ്പതിന്നിപ്പോൾ എനിക്ക് അവകാശമുണ്ടായതും. തിൽപുരുഷ പ്രഭോ നിൻകൃപ വൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ. കോപകാപദേശ മത്സര കർപ്പണ്യമുലോപമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായയാ ബലവശാൽ. തൊൽക്കഥാ പീയൂഷ പാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ചനന്തരം തൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ചു പ്രപഞ്ചത്തിലൊക്കെ നിരാദരം. നിൻചരീതങ്ങളും പാടി വിശുദ്ധനാൽ സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമ രമാപദേ. പാതിയും പോയതു ഭൂഭാരം ഇന്നു നീ ബാധിച്ചു കുംഭകർണൻ തൻ ബാധിച്ചു കുംഭകർണൻ തല കൊൽകയാൽ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനീനാഥനെ കൊല്ലും അയോധ്യനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവ ഭഗവൻ കൊന്നു ജഗത്രയും രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു മാനവ വീര്യ ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവേനോടനുവാദവും കൈകൊണ്ടു വേഗേനെ പോയി മറഞ്ഞിടിനാനേരം. അധികായവധം. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തവും കമ്പം വരുമാൻ കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട്. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായൊരു ദശഗ്രീവനെത്തതാ. ചെന്ന് തൊഴുതു പറഞ്ഞു ത്രിശിരസ്സും ഉന്നതനായോരധികായ വീരനും. ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടും നിശാചരവീരൻ. 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായ സീടുകിൽ ഞങ്ങൾ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാം. എങ്കിലോ നിങ്ങൾ പോയി യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട ഉണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരൻ വരും. പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവ് പൂക്കോടെടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നതു കണ്ടളവ് അന്തകൻ വീട്ടിലാക്കിയിടിനാർ. സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലുമലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരനോടേറ്റു നിശാചരൻ. കൊല്ലുന്നിതാസു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂക്കിക്ഷണാന്തരെ. വാരണവാജിരഥങ്ങളും കാലാടും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതാടിക്കുന്നതും. അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടിത്തുടങ്ങിയതാ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയ മപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്രതനോടേറ്റിതു. വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞിതു.
മൂവരോടും പൊരുതിഴീനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരനേരം മാരുതി കൊന്നിതു ദേവാന്തകരിൽ വീരനാം നീലൻ മഹോദരൻ തന്നെ ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാഭാഷൻ അന്നേരം കൊന്നുകളഞ്ഞ ഋഷഭൻ മഹാബലൻ മത്തനും മുത്തനും മരിച്ചാർ കവി സത്തമന്മാരോട് നിർത്തതി സത്വരം വിശ്വൈക വീരനേരം അശ്വങ്ങളായിരം പൂട്ടിയ നേരത്തിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച അസ്ത്രജ്ഞനത്യർത്ഥമുദ്ധത ചിത്തനായി യുദ്ധത്തിനായി തെറിഞ്ഞാളിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രൻ അടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ളോ സൗമിത്രി ചെന്നു ചെറുത്താനത് നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധവും തൽക്ഷണേ പ്രത്യുമുഖങ്ങളായി വീണവും ചിന്ത മുഴുത്തേതുമാവില്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നത് നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ പണ്ട് വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകം ഉണ്ടതുകൊണ്ട് ഇവനേക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്കു നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെ കൊന്നുപാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജന്തൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭോഗം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചിതാനതു നേരം ഭൂമോപതിച്ചോരധികാര പുസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കവികുലം രാമാന്തികെ വെച്ചു കൈതൊഴുതിനാരും ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ ആ വിധി എന്നലറി ദശകണ്ഠനും ഇന്ദ്രജിത്തിന്റെ വിജയം മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവും എന്തിന് നല്ലത് ശങ്കര ദൈവമേ യുദ്ധം വിലപിച്ച നേരത്തു ജന്മ ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതന് ഖേദമുണ്ടാകരുതേ മാനത്ത് താതന് ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങരുളയണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തന്നെ ഉണർന്നെന്നേ സുഖമേ ജയിച്ചു വരിക വൻപനാം പുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭില പുക്കിതു സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചു തന്നേരം രക്തമാല്യാംബരഗന്ധാനുലേപന യുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപപുത്രനെയും എത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനു പ്രസാദത്താലതിതൃ ശസ്ത്രാസ്ത്രജാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം കോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാസരൻ പോർക്കളം ബുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണതൂക്കി തുടങ്ങിനാൻ പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജിപദാതികളും അന്തകന്തൻ പുരിയിൽ ചെന്നു പുക്കന്തം വരുന്നത് കണ്ടോ ഒരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാൻ വൻപരാമർക്കടന്മാരുടെ മെയ്യിൽ 150 100 200 500 അമ്പുകൾ കൊണ്ട് പിളർന്നു നെരുന്നരെ കമ്പം കലർന്നും മുഹിച്ചു വീണിടിനാർ 50 ബാണം വിവിധനേറ്റു പുനരൊമ്പത് മൈന്ദനും
5 ഗജന്മേലും 90 ബാണം നളനും തറച്ചതി അവണ്ണമേറ്റു ഗന്ധമാതിനൻ മെയ്യിടും ഈരൊമ്പതേറ്റത് നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും 6 വനസനും 7 വിനി ഈരാറ് സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറുമൊരമ്പതും കൂടെ വന്നേറ്റതു 10 ശതബലിക്കൊമ്പത് ധൂമ്രനും 10 മുരട്ടും പ്രമാധിക്കുമേറ്റതു 10 പുനരുപുരത്തഞ്ചുമേറ്റത് ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ട് ദതിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റതു 3 ഗവയനും 5 ശരഭനും 3 4 സുമുഖനും ദുർമുഖനേറ്റത് 24 അമ്പു സമ്മാനമായ 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 80 അഗ്നിവദനും അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു സരസതം യുദ്ധം കവികുല നായകന്മാർ 7 കോടിയും വീണിതു ഭൂതലെ മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം ആവതില്ലേതുമിതിന് നമുക്കെന്നു ദേവദേവന്മാർ വന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കെ രുഷാരാഘവന്മാരെയും ഇത് വീഴ്ത്തിയിടിനാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണപാതീശജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പൊക്കിരുന്നിടിനാൻ ലേഖസമൂഹവും മാർഗികദാശയ. ഔഷധത്തിനായി ഹനുമാന്റെ ഗമനം. കൈകസി നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ ഓക്കുമൻപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനെയുള്ളതൊരു സഹായത്തിനാരായ വേണമെന്നോത്തവനും തഥാ കിടക്കുന്നവർകളിൽ ചാകാതെ വരുതിലാരെന്നും പോവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലഞ്ഞോഞ്ഞമറിഞ്ഞ ദുഃഖം പൂണ്ടു നിർമ്മലന്മാർക്കടത്തിയിടിനാൻ പിന്നെയും പാദോജ സംഭവ നന്ദനൻ ജാംബവാൻ സാധനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചതാദരാൾ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ നന്നായില്ലെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാരുതിരം കൊണ്ടു നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിപാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടൂ സത്തുമുതേ പുരയെന്നതു കേട്ടവൻ ചോദിച്ചിതാശാരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുരരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയതോ ചോദിച്ചിതാശു വിഭീഷണനിന്റെടോ പാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്കനി മാരുതിയുണ്ടെങ്കിൽ
സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിരുന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചിതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൊലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിടിനാൻ. മേഘനാദാഗ്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരും ഇല്ല. നീ എന്നിയെ പോകവേണം നീ ഹിമവാനെയും കടന്നാകുലമറ്റു കൈലാസ ശൈലത്തോടും. കൈലാസ സന്നിധിന്റെ വൃഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിക നീ. നാലുണ്ടു ദിവ്യൌഷധങ്ങളെ വെട്ടിനും നാലും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യ കരുണിയെന്നെടോ ഇന്ദു സന്താന കരുണി മൂന്നാമതും നല്ല സുവർണ കരുണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃത സഞ്ജീവനി സഖി. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു വേഗസ്വരൂപങ്ങളെന്നും അറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാലും കൊണ്ടു മാരുതനന്ദന പോകണി വൈകാതെ. യുദ്ധം വിധിസുതവാക്കുകൾ കേട്ടവൻ ഭക്യാത്തൊഴുതുമാ കേന്ദ്രമേലിപ്പിനാവൻ. നേരുവിനോളം പതുച്ചവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം ഒരു കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്ന വരെ പോയവൻ നീകാരശൈലവും പിന്നിട്ടു. വൈരഞ്ജമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം. നേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിരുന്നു. കാലനേമിയുടെ പുറപ്പാട്. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിൽ ആരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവ് അതിവിസ്മയം പുണ്ടപനാപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലി. പിന്നെ വിരിഞ്ചാസ്ത്രമെയ്തു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണം അതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടു.
താപസനായി ചെന്നു മാർഗമധ്യേ ബുക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ, സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സമമാം എന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെ കുറിച്ചു മരിപ്പതിന്നിക്കാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനെ കണക്കെ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടൂ. ഇതയെ രാമനു കൊണ്ടു കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ കുളിഞ്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു ആത്മാനമാത്മനാ സാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായി എന്തൊന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സദ്ഗുരുമായെന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിന് അനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളിടൂ. തന്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെ അവൾ. മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വീണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോട് ആശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി ആദ്യ പ്രകൃതി വിമുക്തനാം ആത്മാവിധിജ്ഞാത്വാ നിരസ്താശയ ജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരും ആനന്ദം ഏതും വികൽപ്പമില്ലോർക്കനീ. ഞാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനീ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യ സ്വബുദ്ധ്യ നിരന്തരം കർണികാമധ്യേ സുവർണപീഠോത്പലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണാ സേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചന മൈരാവതീതുല്യ പീതാംബരധരം ഹാരകിരീട കേയൂരാംഗദാങ്കുലീയോരു രത്നാഞ്ജിത കുണ്ടല നൂപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭ സരസമാല്യ വനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം
സർവസൃഷ്ടിതം സർവേശ്വരം പരം സർവമന്ത്യം ശരണാഗത വത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലും ഉള്ളൊരു കൽമഷമൊക്കെ നശിച്ചുപോം നിശ്ചയം. വൈരം വെടിഞ്ഞ് അതിഭക്ത സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ഏവം പരിപൂർണമേകം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞോരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിനൊരും വെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനേമി ക്ഷണദാചര നന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രൂക്ഷത പാവമിതുകൊണ്ടു കിംഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പാനൻ അതെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി പാർശ്വേ പ്രശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജനസേവിതമായതും ശിക്ഷ ജനപരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുതനയനും. ചിന്തിച്ചു നിന്നാനിവിടെയൊരാശ്രമമെന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെൻ മനോവിഭ്രമമല്ലല്ലേ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ. ഇത്തം നിരൂപിച്ചോരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമമശ്രമം രംഭാപനസ ഖർജുര ഖേരാമ്രാതി സമ്പൂർണമത്യച്ഛ തോയപാപീയുതം. കാലനേമി ത്രയാമാചാരനും തത്ര ശാലയില്ലത്ര സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമമ്മാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ. ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസ ശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമ നാമം പവനജനാൽ അഞ്ജനാനന്ദനൻ. രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക് സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേവരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം പോറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ എന്നെൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലു സ്ഥലം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതും സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആവഹത്തിനൊരുമിച്ചു നിന്നിടിനാൻ. ഇത്തമാകർണ ചൊന്നാൻ കവി പുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേദാഹം അതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ നവടുവിനെ തോയാകാരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ.
നേത്ര നിമീലനം ചെയ്തു പാനീയവും പിത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നാനയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു പാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നു കളവാനുരുമ്പെട്ട നേരത്തു കണ്ണു മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയതും ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോട് ചൊന്നാളതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കവീവര. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും. ധന്യമാലീതിമേ നാമം മഹാമതേ മാന്യനാം നീനി ഒന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നതും താപസദേവ ഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടവും മോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി കൃവ്യാതവംശം അശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിക്കതേ. പോയാളീ വണ്ണം പറഞ്ഞവൾ മാരുതിമായാവിയാം കാലനേമി തന്നന്തികെ. ചൊന്നാൻ അസുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ. കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ. ദക്ഷിണയും തന്ന അഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ കപിവരൻ. ഒന്നടിച്ചാനതു കൊണ്ടവനും തഥാ ചെന്നു പുക്കിയിടിനാൻ ധർമ്മരാജാലയം. ഏകശ്ലോകി രാമായണം. രാമം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതത്തീ രാമായണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. രാവണ യുദ്ധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇനി കുംഭകർണ വധം വരെയാണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ഭാഗം എന്ന് പറയുന്നത് നാരദസ്തുതി, അതികായ വധം, ഇന്ദ്രജിത്തിന്റെ വിജയം, ഔഷധാഹരണ യാത്ര, കാലനേമിയുടെ പുറപ്പാട് എന്നീ ഭാഗങ്ങളാണ് ഇന്ന് വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദീകരണമാണ് ഞാൻ ചെയ്യുന്നത്. നാരദസ്തുതി ഈ കുംഭകർണൻ വീണ സമയത്ത് എല്ലാവരും യക്ഷന്മാർ, സിദ്ധന്മാർ, അങ്ങനെ ദേവന്മാർ എല്ലാവരും പുരുഷോത്തമനായ രാമചന്ദ്ര പ്രഭുവിനെ സ്തുതിക്കുകയാണ്. ആ സമയത്ത് ദേവർഷിയായ നാരദ മഹർഷി ശ്രീരാമചന്ദ്രനെ സേവിക്കാനായി ഭൂമിയിലിറങ്ങി.
ശ്യാമവർണ്ണനും അഴകേറിയ മുഖമുള്ളവനും മോക്ഷപ്രദനും പുരുഷോത്തമനുമായ ശ്രീരാമചന്ദ്രനെ സന്തോഷത്തോടെ നാരദ മഹർഷി സ്തുതിക്കുകയാണ്. സീതാവല്ലഭ, ജഗന്നാഥ, ലോകസാക്ഷിയായ പരമാത്മാവെ, അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. നാരായണ, ചക്ഷുരുന്മീലന കാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ച് ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷപ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അപ്പോൾ ചക്ഷുരുന്മീലന കാലത്ത്, അതായത് കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത്, കണ്ണു മിഴിച്ചിരിക്കുന്ന സമയം കൊണ്ട് ചെറിയൊരു സമയം കൊണ്ട് സൃഷ്ടിയും അതുപോലെ കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് രക്ഷയും അതുപോലെ സംഹാരവും ഇതെല്ലാം നടത്തുന്നവനായി നാനാ അവതാരങ്ങൾ കൊണ്ട് ദുർജനങ്ങളെ ശിക്ഷിച്ച് ധർമ്മത്തെ രക്ഷിക്കുന്നതിനായി പുരുഷൻ, പ്രകൃതി, കാലം എന്നീ പേരുകളോടെ വിളങ്ങുന്ന ഭക്തപ്രിയനായ പരമാത്മാവിന് നമസ്കാരം. ഭഗവാനെ, നിൻ ചരിതങ്ങൾ പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ശ്രീരാമചന്ദ്ര കുംഭകർണൻ എന്ന രാക്ഷസനെ വധിച്ചതുകൊണ്ട് അങ്ങ് ഏറ്റെടുത്ത ദൗത്യം, ദൗത്യം എന്താണ്? ഭാരത്തെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിക്കാനുള്ള ആ ഒരു ദൗത്യം അത് പകുതിയായിട്ട് കുറഞ്ഞു. ഇനി നാളെ ലക്ഷ്മൺ മേഘനാഥനെയും അതുപോലെ അങ്ങ് ഭഗവാനെ അങ്ങ് ദശഗ്രീവനായ രാവണനെയും വധിക്കും എന്ന് പറഞ്ഞ് രാമനോട് ശ്രീരാമചന്ദ്രനോട് അനുഗ്രഹവും വാങ്ങി നാരദർ മറയുകയാണ്. അപ്പോൾ നാരദൻ്റെ സ്തുതി കഴിഞ്ഞപ്പോഴും നാരദൻ മറഞ്ഞതിന് ശേഷം അതികായ വധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുംഭകർണൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ തന്നെ രാവണൻ മോഹാലസ്യപ്പെട്ടു വീണു. എന്താ, കുംഭകർണൻ എന്ന് പറയുന്നത് രാവണൻ്റെ ഒരു പകുതി ഭാഗം പോലെയാണ്. അപ്പം അത് കുംഭകർണൻ മരണപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അങ്ങനെ വിഷമിച്ച് മോഹാലസ്യപ്പെട്ടു വീണ സമയത്ത് തൃശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, അതുപോലെ മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ എന്നീ 8 രാക്ഷസന്മാർ യുദ്ധസന്നദ്ധരായി രാവണൻ്റെ മുൻപിലെത്തി. തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പോയി ശത്രുക്കളെയെല്ലാം വധിച്ചു വരാം. എന്തിനാണ് ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞ് തൊഴുതു നിൽക്കുക. അപ്പം രാവണന് സമാധാനമായി. അവരൊക്കെ കുംഭകർണൻ പോയാലും എനിക്ക് ഇനി ഇവരുണ്ടല്ലോ, അവർക്ക് വേണ്ടുവോളം ആയുധങ്ങളും വാഹനങ്ങളും എല്ലാം നൽകി വാനരപ്പടയെല്ലാം രാക്ഷസൻ അവിടെ ചെന്ന് ഈ രാക്ഷസർ 8 പേരും കൂടി വാനരപ്പടയെല്ലാം കൊന്നൊടുക്കി. ഒരു വൻ പട തന്നെ അവിടെ ചത്തൊടുങ്ങി. രാക്ഷസരായിട്ടും അതുപോലെ വാനരായിട്ടും എല്ലാം ചത്തൊടുങ്ങി. അങ്ങനെ അംഗദൻ നരാന്തകനെയും ദേവാന്തകൻ തൃശിരസ് എന്നിവരെ മാരുതിയെയും വധിക്കുകയാണ്. അതികായനെ നേരിട്ട ലക്ഷ്മണനാണ് അതികായനെ നേരിടുന്നത്. അപ്പം അതികായനെ നേരിട്ട ലക്ഷ്മണന് തോൽവിയാണ് സംഭവിക്കുന്നത്. അതായത് അതികായൻ്റെ ദേഹത്തിലേക്ക് വന്ന് പതിക്കുന്ന അമ്പുകളെല്ലാം പിന്നോട്ട് പോവുകയാണ്, തിരിച്ചു തന്നെ പോവുകയാണ്, അവിടെ ഏൽക്കുന്നില്ല. അപ്പോൾ ലക്ഷ്മണനാകെ വിഷമമായി. എന്ത് ചെയ്യും, ഇതിൽ നിന്ന് എങ്ങനെ അതികായനെ വധിക്കാം? ആ സമയത്ത് വായുദേവൻ മനുഷ്യരൂപം ധരിച്ചു വന്ന് ലക്ഷ്മണകുമാരനോട് പറയുകയാണ്, ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല. ബ്രഹ്മദേവൻ നൽകിയ ഒരു പടച്ചട്ട അതികായനുണ്ട്. ആ പടച്ചട്ട ഉള്ളിടത്തോളം കാലം അമ്പുകൊണ്ടൊന്നും അതികായനെ വധിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് കണ്ഠം മുറിച്ച് വധിക്കാനേ സാധിക്കുകയുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് വായുദേവൻ മറഞ്ഞു. അപ്പോൾ ലക്ഷ്മണകുമാരൻ വേഗം ഭഗവാന്റെ ജ്യേഷ്ഠൻ്റെ പാദങ്ങളെ നമിച്ചുകൊണ്ട് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അതികായൻ്റെ കണ്ഠം അരിഞ്ഞു വീഴ്ത്തുകയാണ് ചെയ്തത്. കഴുത്ത് അരിഞ്ഞു വീഴ്ത്തി. അപ്പം ദേഹത്തൊന്നും തൊടുന്നില്ലല്ലോ. അങ്ങനെ കണ്ഠം അരിഞ്ഞു വീഴ്ത്തി അതികായൻ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ഇന്ദ്രജിത്ത്, അപ്പം രാവണൻ അപ്പടി വിഷമായി, ഇവരെല്ലാവരും മരിക്കുകയാണ്, എല്ലാവരും ചത്തൊടുങ്ങി. അപ്പോൾ ആ സമയത്ത് ഇന്ദ്രജിത്ത് മൂത്ത മകനായ മേഘനാഥൻ ഉടനെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും
വീണല്ലോ എന്നുള്ളത് വിഷമിച്ചിരിക്കുന്ന രാവണൻ്റെ അടുത്തേക്ക് ഇന്ദ്രജിത്ത് ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. പോയവരൊക്കെ പോയിക്കോട്ടെ, ഇനി ഞാൻ ഇവരെ ശത്രുക്കളെ എല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് ഞാൻ ജയിച്ചു വരാം. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് രാവണനെ കാൽ തൊട്ട് വന്ദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ രാവണന് പിന്നെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. കാരണം മേഘനാഥനുണ്ടല്ലോ, ആ ഇന്ദ്രജിത്തിനെ അനുഗ്രഹിച്ച് അച്ഛൻ പറഞ്ഞു വിടുന്നു, നീ പോയി ജയിച്ചു പോ മകനെ എന്നും പറഞ്ഞു വിടുന്നു. അപ്പം ഇന്ദ്രജിത്ത് എന്താ ചെയ്തത്? ഇന്ദ്രജിത്ത് നേരെ യുദ്ധക്കളത്തിലേക്കൊന്നുമല്ല പോയത്, നേരെ അവിടെ നികുംഭിലയിലേക്കാണ് പോയത്. അവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠയുണ്ട് നികുംഭിലയിൽ. അവിടെ മഹാദേവനെ കണ്ടു തൊഴാനായിട്ട് നേരെ പോയി. എല്ലാ പടയാളികളെയും കൂട്ടി നേരെ നികുംഭിലയിൽ ചെന്ന് മഹാദേവനെ, പരമേശ്വരനെ ധ്യാനിച്ച് തോൽവി സംഭവിക്കാത്ത രീതിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ യുദ്ധകളത്തിലേക്ക് സൈന്യങ്ങളെല്ലാമായിട്ട് നേരെ യുദ്ധകളത്തിലേക്ക് വരികയാണ്. അങ്ങനെ മേഘനാഥൻ എല്ലാവരെയും, വാനരന്മാരെയും അതുപോലെ നമ്മുടെ രാമനെയും ലക്ഷ്മണനെയും എല്ലാവരെയും അസ്ത്രം ചെയ്തുകൊണ്ട് വീഴ്ത്തുകയാണ്. ബ്രഹ്മദേവൻ്റെ ഒരു ശക്തിയാണ് മേഘനാഥനിൽ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ എല്ലാവരെയും വീഴ്ത്തുകയാണ്. തുടരെ ഓരോരുത്തരും വീണ് കഴിഞ്ഞപ്പോഴത്തേനും ആകെ വിഷമായി. ഇനി മേഘനാഥനാകെ ആഹ്ലാദിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവന്മാരൊക്കെ വിട്ടുപോയി. ഇനിയിപ്പോൾ ഞങ്ങളെ കൂടി പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു ദേവന്മാരൊക്കെ മാറിപ്പോയി. അപ്പം മേഘനാഥൻ ആ സമയത്ത് ലക്ഷ്മണന്മാരെ എല്ലാവരെയും എഴുതി വീഴ്ത്തി. ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും വീണ് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഈ വിഭീഷണൻ രംഗത്തേക്ക് വരികയാണ്. ഒരു കാലത്ത് ഞാൻ സഹായത്തിനെത്താം എന്ന് പറഞ്ഞ് മാറി നിന്ന വിഭീഷണൻ ആ സമയത്ത് നേരെ ജാംബവാൻ്റെ അടുത്ത്, എല്ലാവരും വീണ് കിടക്കുകയാണ്. അപ്പോൾ ജാംബവാനെ കണ്ടുപിടിച്ച് ജാംബവാൻ്റെ അടുത്തെത്തി. അപ്പം ജാംബവാൻ അന്നേരം വിഭീഷണനോട് ചോദിക്കുകയാണ്, എല്ലാവരും ഒക്കെ ഉണ്ട്, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ ജാംബവാൻ അറിയാം എന്താണ് അതിൻ്റെ കാര്യം എന്നപ്പോൾ ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ ഇനി എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ജാംബവാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് തന്നെ ഹനുമാൻ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഹനുമാൻ വേഗം ചാടി എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ ഈ മേഘനാഥൻ്റെയും അസ്ത്രങ്ങളേറ്റ് മരിച്ചവരെ എല്ലാവരെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഹനുമാൻ തന്നെ വേണം. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും പുറകോട്ട് നിൽക്കാതെ ഈ ഹിമാലയ സാനുക്കളിൽ കൈലാസ പർവ്വതത്തിൽ ഒരു ഔഷധമുണ്ട്, ഋഷഭാദ്രി എന്ന അദ്രിയിൽ, അതായത് പർവ്വതത്തിൽ ഔഷധമുണ്ട്. ഏതൊക്കെയാണ്? ആദ്യമായിട്ട് ആ ദിവ്യൌഷധം 4 എണ്ണമാണ്. വിശല്യകരണി, രണ്ടാമത് സന്ധാനകരണി, മൂന്നാമത് സുവർണകരണി, നാലാമത് മൃതസഞ്ജീവനി. അപ്പം ആ മൃതസഞ്ജീവനി എത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്കിവരെ രക്ഷിക്കാൻ പറ്റും. അതിന് പറ്റുന്നത് ഹനുമാൻ എന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജാംബവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെയെങ്കിലും എത്തി ഹനുമാൻ അവിടെ എത്തി ഈ ഔഷധങ്ങൾ, ദിവ്യ ഔഷധങ്ങൾ ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് ഹനുമാനോട് പറയുമ്പോൾ ഹനുമാൻ ശരി എന്നാൽ ഞാൻ ചെയ്യാം എന്നുള്ള ഭക്തിയോടെ യാത്ര പറഞ്ഞ് മഹേന്ദ്രഗിരിയുടെ മുകളിൽ കയറി. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരും ജീവിപ്പിക്കാമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ മഹേന്ദ്രഗിരിയുടെ മുകളിൽ കയറി ഭയങ്കരമായിട്ട് അലറുകയാണ്. ഈ ഉച്ചത്തിൽ ആ അലർച്ച ലങ്കയും അതുപോലെ എല്ലാ ഭാഗത്തുള്ളവരും കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ അലറി. പിന്നീട് ഭയങ്കര വേഗത്തിൽ കുതിച്ചു പറന്ന് ഹിമാലയം കടന്ന് ബ്രഹ്മാണ്ടവും കൈലാസവും അതുപോലെ എല്ലാം കടന്ന് ഋഷഭാദ്രിയുടെ ആ ഭാഗത്ത് എത്തി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് രാവണൻ അറിഞ്ഞു, വായുപുത്രൻ അതായത് നമ്മുടെ ഹനുമാൻ പോയിട്ടുണ്ട്, ഔഷധം എത്തിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ ചെയ്യും? അങ്ങനെ ആലോചനയിലിരുന്ന സമയത്ത് യാതൊരു അകമ്പടിയൊന്നുമില്ലാതെ തനിയെ എവിടെയാണ് പോയത്? നമ്മുടെ കാലനേമിയെ കാണാൻ പോകുന്നതാണ്. അങ്ങനെ കാലനേമിയുടെ അടുത്ത് ചെന്നപ്പോൾ കാലനേമി പറയുന്നു, എല്ലാവരും മരിച്ചതിന് ശേഷം അങ്ങ് തന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഒരേ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. സീതയെ രാമന് കൊണ്ട് കൊടുത്ത് നീ
ശ്രീരാമൻ്റെ സഹോദരനായിക്കൊണ്ട്, അതായത് സഹോദരൻ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി രാമന് രാജ്യമെല്ലാം നൽകി ജീവിക്കുക, നമ്മുടെ ലങ്ക നഷ്ടപ്പെടുത്താതെ നോക്കുക. അതുപോലെ നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ച്, ദേവനെ പ്രാർത്ഥിച്ച് കഴിയുക. ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ പ്രാർത്ഥിച്ച് കഴിയുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകുകയില്ല. പോയതൊക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ കാലനേമി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാലനേമി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പക്ഷേ രാവണൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്നില്ല. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല, എനിക്ക് ഇതിൽ നിന്ന് ജയിച്ചേ മതിയാകൂ. അതിനുള്ള ഒരു സൂത്രമാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ആരായുന്നത്. അങ്ങ് ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് അവിടെ ചെന്ന് തടയുക, ഹനുമാനെ ഈ ഒരു ദൗത്യത്തിൽ നിന്നും തടയുക. അതാണ് അങ്ങ് എനിക്ക് ചെയ്തു തരേണ്ടത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ, എനിക്ക് ഇങ്ങനെ മരിക്കുന്നത് ഇതൊരു ദിവ്യ മരണമാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചു കൊണ്ട് തന്നെ ഞാൻ പോകാം എന്ന് സമ്മതിച്ച് കാലനേമി ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് അവിടെ നമ്മുടെ ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ ഒരു ആശ്രമമൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് കുറച്ച് വെള്ളം തരാൻ പറ്റുമോ? അന്നേരം കാലനേമി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, വെള്ളമല്ലേ വേണ്ടത്, എൻ്റെ കമണ്ടലുവിനകത്ത് വെള്ളമുണ്ട്, അത് അങ്ങ് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഹനുമാൻ പറയുന്നു, ഇത് എനിക്ക് പറ്റില്ല, ഇത് കുടിച്ചിട്ട് എനിക്കൊന്നും ആകുന്നില്ല, എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണം. അപ്പം പറയുകയാണ്, കൂടെയുള്ള അടുത്ത് തന്നെ ഒരു വലിയൊരു കയമുണ്ട്, ഒരു തോയാകാരം ചെന്ന് കാട്ടിക്കൊടുക്കുന്നത്. ഒരു വടുവിനെ, ഒരു സന്യാസിയെ വിളിച്ചിട്ട് ഈ അടുത്ത് തന്നെ ഒരു തടാകമുണ്ട്, ആ തടാകം പോയി കണ്ട് ഇദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പോവുകയാണ്. അപ്പോൾ അന്നേരം കാലനേമി വിചാരിക്കുന്നു, ഇവൻ പോയിട്ട് വരുമ്പോഴത്തേനും നശിപ്പിച്ച് കളയാം, ഇദ്ദേഹത്തെ കൊന്നു കളയണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരു സന്യാസിയും ഹനുമാനും കൂടെ നേരെ വെള്ളം കുടിക്കാനായിട്ട് തടാകത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരി മുതല ഭയങ്കരിയായ ഒരു മുതല വന്ന് തിന്നാൻ ഹനുമാനെ തിന്നാൻ വേണ്ടിയിട്ട് വാവിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേനും കണ്ണും പിഴിച്ച് കവീന്ദ്രനും നോക്കിനാൻ. അപ്പോൾ ഹനുമാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി, മുതല എവിടുന്ന് വന്നു? അങ്ങനെ വേഗം ആ മുതലയെ കൈകൊണ്ട് പിടിച്ച് ഞെരിച്ച് മുതലയെ കൊല്ലാൻ തുടങ്ങുമ്പോഴത്തേനും മുതല ദേഹം ഉപേക്ഷിച്ച് മേൽപോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു അപ്സരസായി തിരിച്ചു വന്നു. ധന്യമാലി എന്നുള്ളതാണ് എൻ്റെ പേര്, എന്നെ നീ അനുഗ്രഹിക്കണം. അത് സ്വാമി എന്നെ കണ്ഠം പിടിച്ച് ഞെരിച്ചപ്പോൾ എനിക്ക് മോക്ഷം വന്നു, എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ഈ മകരി തന്നെ പറയുകയാണ്, ഈ മുതല ധന്യമാലി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങ് വളരെ ഒരു അപകടത്തിലാണ് വന്ന് ചേർന്നിരിക്കുന്നത്. നക്തഞ്ചരനായ കാലനേമിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഉള്ളത് ചെല്ലുമ്പോഴത്തേനും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും അവിടെ ചെന്ന് അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഔഷധം നേടാൻ സാധിക്കുകയില്ല എന്ന് പറയും. അപ്പം ഹനുമാൻ എല്ലാ കാര്യങ്ങളും തന്നെ മനസ്സിലാവും. നേരെ അവിടെ ചെന്നു തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാലനേമി ചോദിക്കും, എന്താ ഇത്ര താമസിച്ചെന്ന്, ഇച്ചിരി വെള്ളം കുടിച്ചിട്ടൊന്ന് പോന്നാൽ മതിയല്ലോ. പക്ഷേ ഇത്ര സമയം എന്തിനാ താമസിച്ചെന്ന് ചോദിക്കുമ്പം ഹനുമാന് കാര്യം മനസ്സിലാവും. ഹനുമാൻ വേഗം അദ്ദേഹത്തെ പറയും, എനിക്ക് എൻ്റെ മൂലമന്ത്രം ഉപദേശിച്ചതാണ്, അത് കഴിഞ്ഞിട്ട് പറയാം ബാക്കി കാര്യങ്ങളൊക്കെ. വെള്ളം കുടിച്ചിട്ട് വരുമ്പോൾ പറയാമെന്നല്ലേ പറഞ്ഞിരുന്നത്, എനിക്ക് ഇതെങ്ങനെയാണ് ഈ ഔഷധം കിട്ടുന്നതെന്നുള്ളത് പറഞ്ഞു തരാൻ പറയും. അന്നേരം കാലനേമി മൂലമന്ത്രം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ഈ പുറം കൊണ്ട് മുഷ്ടി കൊണ്ട് ഇടിച്ച് അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. ആ മരണം ആദ്യമേ തന്നെ കാലനേമി ഉദ്ദേശിച്ചതാണ്, എനിക്ക് മരണം ഉണ്ടാകും തന്നെ അദ്ദേഹത്തിനറിയാം, അതൊരു ദിവ്യമായ ഒരു കാര്യമാണെന്ന് വിചാരിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ആ ഒരു മരണവും
കാല നേമിക്ക് ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ദിവ്യ ഔഷധത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. ആ ദിവ്യ ഔഷധം നേടാൻ വേണ്ടി പോകാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം എനിക്കിവിടെ പറയാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഈ സമിതിക്കും അതുപോലെ ഗിരിജാക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെ ഭക്തിപൂർവമായ രാമായണ പാരായണത്തിന്റെ 26-ാം ദിവസത്തിന്റെ പരിസമാപ്തിക്ക് മുമ്പ് ഞാൻ എൻ്റെ ദൗത്യമായി ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ യോഗ ബന്ധുക്കളെയും എന്റെയും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി കണ്ടക്ട് ചെയ്യുന്ന SPYSSന് എന്റെ നന്ദി, അതുപോലെ മുഖ്യ ശിക്ഷകായ ഗോപകുമാരണ്ണന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ പാരായണത്തിലേക്ക് ഭംഗിയായി നമ്മളെ ഏവരെയും ആയാസമായും വളരെ ആത്മാർത്ഥമായിട്ടും നയിക്കുന്ന ഗിരിജാക്കയ്ക്ക് വളരെ നന്ദി. ഗിരിജാക്ക കാരണം മാത്രമാണ് ഇന്ന് ഞാൻ ഇവിടെ ഈ ദൗത്യം ഏറ്റെടുത്തത്. ടെക്നിക്കൽ ഹെൽപ്പ് തരുന്ന നമ്മുടെ സുനേനയ്ക്ക് നന്ദി. ഇന്ന് പാരായണം ചെയ്ത ഓരോ ബന്ധുക്കൾക്കും എന്റെ നന്ദി. വിജയലക്ഷ്മി അക്ക, പങ്കജാക്ഷൻ അണ്ണൻ, മാധവി ജയചന്ദ്രൻ അക്ക, ഓമനയക്ക, ശോഭനയ്ക്ക് നന്ദി അറിയിക്കുന്നു. വളരെ ഭംഗിയായിട്ട് സാരാംശം പറഞ്ഞ ബിനി അരവിന്ദക്കും നന്ദി. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു. നമ്മുടെ ഗിരിജാക്കയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. അവസാനം ബാക്കപ്പിനായി എത്തിയ നമ്മുടെ പ്രീജിതക്കും രമാക്കും നന്ദി അറിയിക്കുന്നു. ഇനി ലോക കല്യാണ മന്ത്രത്തിനായി എല്ലാവരും നട്ടിൽ നിവൃത്തിയും കൈകൾ നമസ്കാര സ്ഥിതിയിലും കണ്ണുകൾ മൃദുവായി അടച്ചു വയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.